ഈ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ അതിനുശേഷം ശരിക്കും അതിൻ്റെ എമൗണ്ട് കുറഞ്ഞു. ആൾക്കാർ ഡോണർ ആവാൻ പേടിക്കുന്നു. ഈ കരൾ ദാനം ചെയ്യാന്നൊക്കെ പറയുന്നത് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാൾ ഈ എഴുതി കൊടുത്തോറിനെ പുറകെ പോയി അയാളെ കൊന്നിട്ട് അയാളുടെ ലിവർ എടുക്കുക, അങ്ങനെ ഈ ഡിസീസ് ഡോണറാണ്. ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിവർ എടുക്കുക. കേരളത്തിൽ പണ്ട് DDLT ഭയങ്കര കോമൺ ആയിട്ട് ജീവനുള്ള ആൾക്കാർക്ക് ഡൊണേഷൻ എഴുതി കൊടുക്കാൻ തന്നെ പേടിയാണ്. അതിഥി റാവു എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് ആണ് ഒരു ബ്ലാക്ക് കോഫിയിൽ കുറച്ച് നെയ്യിട്ട് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കഴിക്കാൻ തുടങ്ങിയത്. അത് പാടില്ല. അതിൻ്റെ മുകളിൽ കഴിക്കുമ്പോൾ എന്താ പറ്റുന്ന കാർബോഹൈഡ്രേറ്റും ശരീരം എനർജി എടുക്കുന്നു. സാച്ചുറേറ്റ് ഫാറ്റിനെ ഫാറ്റായിട്ട് പോയി സ്റ്റോർ ചെയ്യുന്നു ലിവറിനകത്ത്. 2 ദിവസം കഴിച്ചിട്ട് പിന്നെ അവർ അത് തെറ്റിച്ച് ചീറ്റ് ഡയറ്റിലേക്ക് പോകുന്നു. പിന്നെ അവർക്ക് അതിലും കൂടുതൽ പ്രശ്നം ഉണ്ടാകും. ഭയങ്കര ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിലാണ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റിലാണ്. നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഇതേപോലെ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അതിൻ്റെ മുകളിലാണ് ഇത് കഴിക്കുന്നത്. അത് പാടില്ല. കീറ്റോ ഡയറ്റ് എടുക്കുന്നവർക്ക് ഇത് നല്ലതാണ്. അതെ, കീറ്റോ ഡയറ്റ് നല്ലതെന്ന് ഞാൻ പറയില്ല. കാരണം കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡയബറ്റിക് പേഷ്യൻസ് ആണ് കീറ്റോ അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് ഫോളോ ചെയ്യാൻ ഒരു 90% ആൾക്കാർക്കും പറ്റില്ല. പൊറോട്ട ഇതിനകത്തൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള മൈദ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, ബേക്കറിക്കകത്ത് വരുന്ന സാധനങ്ങളെല്ലാം മൈദ കൊണ്ടാണ്. അപ്പോൾ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾ ഇവരെ അവോയ്ഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു 5 എത്ര കഴിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാലറി റെസ്ട്രിക്ഷൻ, മദ്യപാനം. ഫാറ്റ് ലിവർ ഉള്ളവർ എന്തായാലും കഴിക്കരുത്, നിർത്തണം. ഫാറ്റ് ലിവർ ഉള്ളവർ ഒരിക്കലും പൊറോട്ട കഴിക്കരുത് എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണമെന്നല്ല. ബട്ടർ ഗീ, സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം. മഞ്ഞപ്പിത്തം, ഇപ്പോൾ മഞ്ഞപ്പിത്തം ഞാൻ പറഞ്ഞില്ല, ബ്ലഡിന്റെ പ്രശ്നം കൊണ്ട് വരാം. സിറോസിസിൽ ഒരാൾക്ക് ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലേറ്റ് സ്റ്റേജിൽ ആണ് വരാറുള്ളത്. നമ്മളത് നോക്കണം, കാരണം നോക്കിയിട്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യും. അത് തന്നെയാണ് ലിവർ സിറോസിസിൽ ക്യാൻസർ വരാനുള്ള കാരണം. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഉള്ള ഗ്രോത്ത് ആണല്ലോ. അപ്പോൾ ലിവർ വളരാൻ ശ്രമിക്കുകയാണ്, അതാണ് ക്യാൻസറായിട്ട് മാറുന്നത്. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് ഒരാൾക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അയാളുടെ കരളിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മഞ്ഞപ്പിത്താണോ എന്നാൽ അവൻ കള്ളുകൂടി തന്നെ ആയിരിക്കും, അവൻ്റെ കരളിൽ പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ കേൾക്കാറ്. അപ്പോൾ ഈ ശരിക്കും ലിവറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മഞ്ഞപ്പിത്തം ഇല്ലാത്ത ആളുകൾക്കും ഈ ലിവറിന്റെ പ്രശ്നങ്ങൾ വരുന്നില്ലേ? ഉണ്ടാവാം. മഞ്ഞപ്പിത്തം ഞാൻ പറഞ്ഞില്ല, ബ്ലഡിന്റെ പ്രശ്നം കൊണ്ട് വരാം. ഹീമോലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസ് പൊട്ടുന്നതുകൊണ്ട് വരാം. ലിവറിൻ്റെ പ്രശ്നം ആവണമെന്ന് തന്നെ ഇല്ല, അങ്ങനത്തെ മഞ്ഞപ്പിത്തമുണ്ട്. പിന്നെ ലിവറിൻ്റെ പ്രശ്നം കൊണ്ടുള്ള മഞ്ഞപ്പിത്തമുണ്ട്. സിറോസിസിൽ ഒരാൾക്ക് ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലേറ്റ് സ്റ്റേജിൽ ആണ് വരാറുള്ളത്. ഡീകമ്പൻസേറ്റ് ആയി ലിവർ ഫെയിലിയറിലേക്ക് പോകുമ്പോൾ വരാറുണ്ട്. പക്ഷെ എല്ലാ മഞ്ഞപ്പിത്തവും അങ്ങനെയല്ല. നമ്മളത് നോക്കണം, കാരണം നോക്കിയിട്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യണം. നമ്മൾ മലയാളികൾ ഭയങ്കരമായി ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഓണത്തിനായാലും വിഷുവിനായാലും സദ്യ, ബിരിയാണി, കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ബിരിയാണി, പൊരിച്ച മീൻ, പൊരിച്ച ചിക്കൻ. ഇപ്പോൾ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഫാറ്റ് ലിവറുള്ള ആളുകൾ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾ ഇവരെ അവോയ്ഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു 5 ഫുഡ്. അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ എത്ര കഴിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാലറി റെസ്ട്രിക്ഷൻ. ഇപ്പോൾ ഇഷ്ടമുള്ളൊരു സാധനം കുറച്ച് കഴിച്ചു എന്ന് വെച്ച് അങ്ങനെ ഫാറ്റ് ലിവർ ഉള്ളവർ കുറച്ച് കഴിച്ചു എന്ന് വെച്ച് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാം. അതെ, പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാം സാധാരണ രീതിയിൽ. പക്ഷേ അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഒന്ന് ആൽക്കഹോൾ, മദ്യപാനം. ഫാറ്റ് ലിവർ ഉള്ളവർ എന്തായാലും കഴിക്കരുത്, നിർത്താനുള്ള സമയമായി. അപ്പോൾ ആൽക്കഹോൾ, അതെ സമയമായി. ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ നിർത്തണം. രണ്ടാമത്തേത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഒന്ന് ഈ പെപ്സി, കൊക്കക്കോള പോലെയുള്ള അതിനകത്ത് ഫ്രക്ടോസ് ഉണ്ട്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ ഈ പൊറോട്ട ഇതിനകത്തൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള മൈദ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. ബേക്കറിക്കകത്ത് വരുന്ന സാധനങ്ങളെല്ലാം മൈദ കൊണ്ടാണ്. അപ്പോൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് നിർത്തുക, ബാക്കി കാർബോഹൈഡ്രേറ്റ് കഴിക്കാം. ഫാറ്റ് ലിവർ ഉള്ളവർ ഒരിക്കലും പൊറോട്ട കഴിക്കരുതല്ലേ? അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. പറഞ്ഞ പോലെ ഇഷ്ടമുള്ളപ്പോൾ പൊറോട്ട കഴിക്കുക എന്ന് പറഞ്ഞാൽ ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, വലിയ ബന്ധമാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് പറ്റുന്ന എത്രയും കുറയ്ക്കുക. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നത് ഈ പറഞ്ഞ പോലെ ബീഫിനകത്തുണ്ട്, റെഡ് മീറ്റിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. പിന്നെ ബട്ടർ, ഗീ എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണമെന്നല്ല. ബട്ടർ ഗീ, സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാണ്ട് ഗീ നല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ റീൽസ് ഉണ്ട്. കട്ടൻ കാപ്പിക്കകത്ത് ബുള്ളറ്റ് കോഫിയോ അങ്ങനെ സാധനങ്ങൾ, അതൊക്കെ മോശമാണ്. നമ്മൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യുക, സാച്ചുറേറ്റഡ് ഫാറ്റ് കൺട്രോൾ ചെയ്യുക. അതിഥി റാവു എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് ആണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അവർ ഡെയിലി രാവിലെ ബുള്ളറ്റ് കോഫി കഴിക്കാറുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോന് ശേഷമാണ് ഒരുപാട് പേര് രാവിലെ ബ്ലാക്ക് കോഫിയിൽ കുറച്ച് നെയ്യിട്ട് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കഴിക്കാൻ തുടങ്ങിയത്. അത് ഭയങ്കര നല്ലതാണ് എന്നുള്ള രീതിയിൽ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഫാറ്റ് ലിവർ ഉള്ളവർ അത് കൺട്രോൾ ചെയ്യണമെന്ന്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മിക്ക കഫേയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ബുള്ളറ്റ് കോഫി അവൈലബിൾ ആണ്. അത് പ്രത്യേകം ഒരു മെനു ആയിട്ട് അവിടെ ഉണ്ട്.
അല്ല അത് ഇപ്പോൾ അതിഥി റവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിഥി റവ് ഉള്ളത് ഭയങ്കര ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിലാണ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റിലാണ്. അപ്പോൾ കീറ്റോ ഡയറ്റിലുള്ള ആൾക്കാരാണ് ഇത് കഴിക്കുക എന്ന് വെച്ചാൽ അവർ കാർബോഹൈഡ്രേറ്റ് 0, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ല. അങ്ങനെയുള്ളവർ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരുപാട് കഴിച്ചിട്ട് കാലറി മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മുടെ ഭക്ഷണം അകത്ത് ചെല്ലുമ്പോൾ ആദ്യം ശരീരം ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റിനകത്ത് എനർജി എടുക്കാനായിട്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ എനർജി എടുക്കാനായിട്ട് ഫാറ്റിന് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിഥി റവ് ചെയ്യുന്ന അതാണ്. അപ്പോൾ ഫാറ്റ് കഴിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കാണ്ടിരിക്കും. അപ്പോൾ ശരീരം സെലക്റ്റീവ്ലി ആദ്യമായിട്ട് ആ ഫാറ്റിനെ എടുത്തിട്ട് എനർജിക്കായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഇതേപോലെ കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് കഴിക്കുന്നത്. അത് പാടില്ല. അതിൻ്റെ മുകളിൽ കഴിക്കുമ്പോൾ എന്താ പറ്റുന്ന കാർബോഹൈഡ്രേറ്റും ശരീരം എനർജി എടുക്കുന്നു, സാച്ചുറേറ്റഡ് ഫാറ്റിനെ ഫാറ്റായിട്ട് പോയി സ്റ്റോർ ചെയ്യുന്നു ലിവറിനകത്ത്. അത് നേരെ പോകുന്ന ലിവറിനകത്തൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ലിമിറ്റിനകത്തുണ്ട്. കീറ്റോ ഡയറ്റ് എടുക്കുന്നവർക്ക് ഇത് നല്ലതാണ്. അതെ, കീറ്റോ ഡയറ്റ് നല്ലതെന്ന് ഞാൻ പറയില്ല. കാരണം കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് നമുക്ക് അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് തോന്നാം. ഡയബറ്റിക് പേഷ്യൻസ് ആണ് കീറ്റോ അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷെ മിക്ക ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അത് 2 ദിവസം കഴിച്ചിട്ട് പിന്നെ അവർ അത് തെറ്റിച്ച് ചീറ്റ് ഡയറ്റിലേക്ക് പോകുന്നു. പിന്നെ അവർക്ക് അതിലും കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്ക് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അത് ഫോളോ ചെയ്യാൻ ഒരു 90% ആൾക്കാർക്കും പറ്റില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് അവർ ബാക്കിയുള്ള ഫുഡ് കഴിച്ചിട്ട് അത് ആ കൂടെ പ്രശ്നമാവും. കാർബോഹൈഡ്രേറ്റും കൂടും, ഫാറ്റും കൂടും. അത് ഭയങ്കരമായിട്ട് കാലറി കൂടും. അപ്പോൾ കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് നമുക്കിതിന് വേണ്ടത്. അതിനകത്ത് കാലറിക്കകത്ത് നിങ്ങളുടെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതൊക്കെ പറ്റുവാണെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. പക്ഷേ സൂക്ഷിച്ച് കഴിക്കണം. നമുക്ക് ജനറ്റിക് ആയിട്ട് സൗന്ദര്യം കിട്ടുന്നുണ്ട് നമ്മൾ പറയാറുണ്ട്. ജനറ്റിക് ആയിട്ട് ലിവർ സംബന്ധമായിട്ടുള്ള എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്? അതെ, നമ്മൾ ലിവർ എന്ന് പറയുമ്പോൾ സാധാരണ എപ്പോഴും ആൽക്കഹോളും ഈ ഫാറ്റ് ലിവർ തടിയും ഇത് പറയാറുള്ളൂ. പക്ഷേ ജനറ്റിക് ആയിട്ടും പല അസുഖങ്ങൾ വരാം. ഈ പറഞ്ഞ ആൽക്കഹോളിനും ഇതിനും ജനറ്റിക് ബേസിസ് ഉണ്ട്. പല ജീൻസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫാറ്റ് ലിവറിനൊക്കെ. അപ്പോൾ അതല്ലാണ്ട് ജനറ്റിക് അസുഖങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഓട്ടോഇമ്മ്യൂൺ ലിവർ ഡിസീസ് പെണ്ണുങ്ങളിൽ കോമൺ ആണെന്ന് പറഞ്ഞത് അതൊരു ജനറ്റിക് ഡിസീസാണ്. പിന്നെ പ്രൈമറി ബിലിയറി കൊളഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു ജനറ്റിക് അസുഖമുണ്ട്. പിന്നെ കാണുന്നതാണ് വിൽസൺ ഡിസീസ് എന്ന് പറഞ്ഞ അസുഖം. അപ്പോൾ അതും ഒരു ജനറ്റിക് ഇതാണ്. ഇന്ത്യയിൽ പൊതുവെ ഉള്ള അസുഖമാണ് ജനറ്റിക് വിൽസൺ ഡിസീസ്. നമുക്ക് കിട്ടാറുണ്ട്. അത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും, ലിവറിനെ എഫക്റ്റ് ചെയ്യും. നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് മരുന്നുണ്ട്. മരുന്ന് കാരണം കിലേഷൻ, അത് കോപ്പറിൻ്റെ അസുഖമാണ്. കോപ്പർ ശരീരത്തിൽ കൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഗുളിക കഴിച്ച് കോപ്പറിനെ നമുക്ക് ശരീരത്തിന് കളഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് നല്ലപോലെ ഒരു നല്ല ഏജ് വരെ കൺട്രോൾ ചെയ്ത് പോകാം. കണ്ടുപിടിക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ലിവർ ട്രാൻസ്പ്ലാന്റ് ചിലപ്പോൾ നേരത്തെ ചെയ്യേണ്ടി വരും. അതിൻ്റെ സീരിയസ് ഫോമായിട്ട് ലിവർ ഫെയിലിയർ ആയിട്ടൊക്കെ വരാം. അപ്പോൾ ചിലപ്പോൾ എമർജൻസി ആയിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കണ്ടീഷനാണ് വിൽസൺ ഡിസീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയും അസുഖങ്ങളുണ്ട്. അത് അത്ര അൺകോമൺ അല്ല. ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആയാലും കേരളത്തിലുണ്ട് വിൽസൺ ഡിസീസ് ഉണ്ട്. അതിന് ട്രാൻസ്പ്ലാന്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ പേഷ്യൻസും ഉണ്ട്. അതിന് ഗുളിക കഴിച്ച് പോകുന്ന പേഷ്യൻസും ഉണ്ട്. കൂടുതൽ പീഡിയാട്രിക്സിലാണ് നേരത്തെ കണ്ടുപിടിക്കും. നമ്മൾ ബ്രെയിനിൻ്റെ സ്കൂളിൽ പഠിക്കാൻ കുറച്ച് മോശമാവുക, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എന്തെങ്കിലും സിംറ്റംസോടെ വരും, അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. ആദ്യം ലിവർ വരാം, ആദ്യം ബ്രെയിൻ വരാം, രണ്ടും ഒരുമിച്ച് വരാം. സാധാരണ ലിവറോ ബ്രെയിനോ ഏതെങ്കിലും ഒരെണ്ണമാണ് എഫക്റ്റ് ആവുക. പക്ഷേ അത് ട്രീറ്റ്മെൻറ്റോടുകൂടി നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണ്. നേരത്തെ പറഞ്ഞ സ്ത്രീകളിലുള്ള ജനിതകമായ കരൾ രോഗമുണ്ടല്ലോ, അതെന്താണ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഓട്ടോഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ ഓട്ടോഇമ്മ്യൂൺ ലിവർ ഡിസീസസ് പലതുണ്ട്. ഓട്ടോഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ആവാം. അത് സാധാരണ ജോണ്ടിസ് മഞ്ഞപ്പിത്തമായിട്ടാണ് വരിക. മഞ്ഞപ്പിത്തത്തിൻ്റെ ഫ്ലെയർ വന്നു പോയി, വീണ്ടും ഒരു പ്രാവശ്യം മഞ്ഞപ്പിത്തം വന്നു പോയി. അങ്ങനെ അത്ര കോമൺ അല്ല, എന്നാലും കേരളത്തിൽ അത്യാവശ്യം കോമൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിൽ നീര് വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിന് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റിവേഴ്സ് ആവും. അപ്പോൾ അവിടെ പിടിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് സിറോസിസിലേക്ക് പോകാം. സിറോസിസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റീറോയിഡൊക്കെ അതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ വേണ്ടി വരും. ചിലപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ലിവർ ഫെയിലിയർ ആയിട്ട് തന്നെ വരാം. ആദ്യത്തെ പ്രസൻറ്റേഷൻ നേരെ ലിവർ ഫെയിലിയർ ആയിട്ടും വരാം. ഭയങ്കര സിവിയർ ആയിട്ട് വളരെ റെയർ ആയിട്ട് വരാറുണ്ട്. അങ്ങനത്തെ പേഷ്യൻറ്റ് നമുക്ക് അപ്പ് ഫ്രണ്ട് നേരെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് വരാറുണ്ട്. പിന്നെ ഉള്ള ഇതെന്ന് പറയുന്നത് PBC 9 തവണ ഫീമെയിൽസിൽ കോമൺ ആണ്. പ്രൈമറി ബിലിയറി കൊളാഞ്ചൈറ്റിസ്. അത് കേരളത്തിൽ റിലേറ്റീവ്ലി നോർത്ത് ഇന്ത്യ കുറച്ച് നല്ലപോലെ കാണാറുണ്ട്. കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ കുറച്ച് കുറവാണ്. അതിൻ്റെ അകത്ത് വരികയെന്ന് വെച്ചാൽ ക്ഷീണം, ചൊറിച്ചിൽ, അങ്ങനെയാണ് വരും. ഇത് നമ്മുടെ ഈ പിത്തത്തിൻ്റെ ഫ്ലോയിലാണ് അത് അഫക്റ്റ് ചെയ്യുക. ദേഹം മുഴുവൻ ചൊറിയുക, രാത്രി ചൊറിച്ചിൽ കൂടുക, ക്ഷീണം, അതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. ചിലർക്ക് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വാദം ആർത്തറൈറ്റിസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ കൂടെ സ്കിൻ ഡ്രൈ ആവുക, അങ്ങനത്തെ കുറച്ച് സാധാരണ ലിവറിനകത്ത് കാണാത്ത പോലെ കുറച്ച് പെക്യൂലിയർ ഒരു അസുഖമാണ് PBC എന്ന് പറയുന്നത്. അതും മരുന്ന് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ
കുറച്ച് കാലങ്ങൾ അതിങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതും സിറോസിസ് ആവാനും ലിവർ ക്യാൻസറും ഈ പറഞ്ഞ പോലെ പ്രോഗ്രസ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ട്. അതിന് ചിലപ്പോൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നിരിക്കും അവസാനത്തെ സ്റ്റേജിൽ പോവുകയാണെങ്കിൽ. ഇതൊക്കെ ഈ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളിൽ വെക്കാവുന്നതാണ്. പിന്നെ പ്രൈമറി സ്ക്ലീറോസിങ് കൊളാഞ്ചൈറ്റിസ് PSC എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ബൈൽ ഡക്ട് പിത്തത്തിൻ്റെ അസുഖമാണ്. അത് ചിലപ്പോൾ അത് ഇച്ചിരി അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ രണ്ടാമത്തെ പോലെ PSCക്ക് എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കുറവാണ്. അപ്പോൾ ചിലപ്പോൾ അത് ട്രാൻസ്പ്ലാന്റിലേക്ക് പോവാറുണ്ട്, ലിവർ ക്യാൻസറിലേക്ക് പോവാറുണ്ട്, ബൈൽ ഡക്റ്റിൻ്റെ ക്യാൻസറിലേക്ക് പോവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ജനറ്റിക് അസുഖങ്ങൾ ഉണ്ട്. അത് കൂടാതെ ഈ ലിവറിൻ്റെ വെയിനിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ട്. ലിവറിൻ്റെ അകത്തുനിന്ന് ബ്ലഡ് ഹാർട്ടിലേക്ക്, ലിവർ ഇവിടെ ഹാർട്ട് ഇവിടെയല്ലേ, അപ്പോൾ ഒന്ന് വെയിൻ്റെ അകത്ത് ബ്ലോക്ക് ഉള്ളത് അതൊക്കെ പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ഒരു സ്റ്റെൻറ്റൊക്കെ ഇട്ട് ചിലപ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്യാറുണ്ട്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് ഇരിക്കാറുണ്ട്. ചിലപ്പോൾ അതിന് ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും. അപ്പോൾ എപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നു എന്നുള്ളതാണ് സിംറ്റംസ് വരുമ്പോൾ. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള സിംറ്റം ഇല്ല എന്നുള്ളതാണ് ലിവറിൻ്റെ ഒരു പ്രശ്നം. ചൊറിച്ചിലായിട്ട് വരാം, ക്ഷീണമായിട്ട് വരാം, ഈ പറഞ്ഞ പോലെ വെറുതെ വീക്ക്നെസ്സും ചെറിയൊരു മൈൽഡ് ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഈ ലിവർ ക്യാൻസർ നമുക്കറിയാം. ഈ ലിവർ സംബന്ധിച്ചുള്ള മറ്റ് ക്യാൻസറുകൾ എന്തൊക്കെയാണ്? അത് ലിവറിൻ്റെ അകത്ത് സാധാരണ വരുന്ന കോമൺ ആയിട്ട് ലിവർ സിറോസിസ് ഉള്ളവർക്ക് വരുന്നതാണ് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്ന് പറയുന്നത്, HCC. അതാണ് പൊതുവേ നമ്മൾ പറയുന്ന ലിവർ ക്യാൻസർ. അതല്ലാതെ ലിവറിൻ്റെ അകത്ത് ഈ ബൈൽ ഡക്റ്റ്, അതായത് പിത്തത്തിൻ്റെ ഡക്റ്റുകളുണ്ടല്ലോ, പിത്തം ഒഴുകുന്ന ഡക്റ്റ്, അപ്പോൾ അതിൻ്റെ ക്യാൻസറുകൾ വരാം. കൊളാഞ്ചിയോ കാർസിനോമ എന്ന് പറയും. അത് ഇച്ചിരൂടെ സീരിയസ് ആണ്. ലിവർ ക്യാൻസറിനെക്കാട്ടിലും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസറാണ്. നമുക്ക് വളരെ ചെറിയ സൈസ് ആണെങ്കിൽ ലിവറൊക്കെ മാറ്റി വെക്കാനൊക്കെ പറ്റും. പക്ഷേ മിക്കവാറും നമുക്ക് ഇച്ചിരി അഡ്വാൻസ് സ്റ്റേജിലാണ് നമുക്ക് ആളെ കിട്ടുക. പേഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് ആദ്യം ഇച്ചിരി സൈലൻ്റ് ആയിട്ടിരിക്കും, ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിൽ വന്നാൽ ചെയ്യാം, നല്ല റിസൾട്ടാണ്. കീമോ അതിന് ശേഷം കീമോ വേണോ വേണ്ടോ നോക്കാം. പക്ഷെ പലപ്പോഴും നമുക്ക് ഓപ്പറേഷൻ്റെ അടുത്ത സ്റ്റേജിൽ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ പാലിയേഷനൊക്കെ കൊടുക്കാറാണ് പതിവ്. ലിവർ ക്യാൻസർ അതുപോലെയല്ല. ലിവർ ക്യാൻസർ വരുന്നത് സിറോസിസ് പേഷ്യൻസിനാണ് കൂടുതലും. നമുക്കതറിയാം, അവർക്ക് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ 6 മാസവും അതിന് വേണ്ടിയുള്ള ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ സിറോസിസ് ഉള്ള എല്ലാവർക്കും മസ്റ്റാണ് ആ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അതിന് കാരണം അത് ഈ ചെറിയ സൈസിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കരിച്ച് കളയാനോ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനോ പറ്റും. അഥവാ അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്ത് പലപ്പോഴും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ലിവർ ക്യാൻസർ അത്ര പ്രശ്നമുള്ളതല്ല. അതിൻ്റെ അകത്ത് വരാവുന്ന ഇനിയും വേറെ ക്യാൻസറുകളുണ്ട്. അതായത് കാർസിനോയിഡ് അങ്ങനെയൊക്കെയുള്ള ക്യാൻസറുകൾ. ഇത് എവിടെ വേണമെങ്കിലും വരാം. നമ്മുടെ വയറിനകത്തുള്ള ബാക്കി അവയവങ്ങളും വരാം. അത് ലിവറിലും കാണാറുണ്ട്. അങ്ങനത്തെ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ, അതൊക്കെ നമുക്ക് പൊതുവെ അത്ര പേടിക്കേണ്ടാത്ത ട്യൂമറാണെന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ട്യൂമറാണ്. പിന്നെ ലിവർ ഒരു ബാക്കിയുള്ള ട്യൂമർ ഒന്ന് സ്പ്രെഡായിട്ടിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലമാണ്. മെറ്റാസ്റ്റേസിസ് ഉണ്ടല്ലോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അത് ബ്ലഡിലേക്ക് ഇറങ്ങുന്നു. അതിന് പറ്റിയൊരു സ്ഥലം കാണുമ്പോൾ അത് അവിടെ പോയിരുന്ന് വളരുന്നു. അങ്ങനെ പറ്റിയ സ്ഥലമാണ് ലിവർ. സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻ ആയതുകൊണ്ട് നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ട്, നല്ലപോലെ ഫുഡ് കിട്ടും. അപ്പോൾ ലിവർ ഭയങ്കര കോമൺ ആയിട്ട് ബാക്കിയുള്ള ക്യാൻസർ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയും മഞ്ഞപ്പിത്തമൊക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പോൾ പ്രശ്നം ലിവറിലായിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ക്യാൻസർ ആയിട്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സാധാരണ കാണാറുള്ളത്. ഇതൊക്കെയാണ് ലിവറിൽ വരുന്ന മുഴകൾ. പിന്നെ കോമൺ ആയിട്ട് വരുന്ന മുഴകൾ ഇതൊന്നുമല്ല, സാധാരണ മുഴകൾ വരാറുണ്ട്. സിമ്പിൾ സിസ്റ്റ്, അഡിനോമ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ടാത്ത സാധനങ്ങളാണ്. സിമ്പിൾ സിസ്റ്റ് അതൊക്കെ ഭയങ്കര കോമൺ. അപ്പോൾ വരുന്ന എല്ലാ മുഴയും പേടിക്കണമെന്നല്ല. സിറോസിസ് തന്നെ ഒരു പല മുഴകൾ വരാം ലിവറിൻ്റെ അകത്ത്. സിറോസിസ് വരുമ്പോൾ കൊമളായിട്ടാണ് വരിക. കാരണം ലിവറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ലിവർ നമ്മൾ മുറിച്ച് മാറ്റിയാലും വളർന്നു വരും, റീജനറേറ്റ് ചെയ്യുന്നത് ഏക ഓർഗനാണ്. അപ്പോൾ ലിവർ കട്ട് ചെയ്ത് പോകുമ്പോൾ കട്ടിയാവാത്ത കുറച്ച് ഭാഗം ഉണ്ടാവല്ലോ, ആ ഭാഗം വളരാൻ ശ്രമിക്കും. അതാണ് മുഴയായിട്ട് വരിക സിറോസിസിൽ. അത് തന്നെയാണ് ലിവർ സിറോസിസിൽ ക്യാൻസർ വരാനുള്ള കാരണം. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണല്ലോ. അപ്പോൾ ലിവർ വളരാൻ ശ്രമിക്കുകയാണ്, അതാണ് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ മുഴകൾ എപ്പോഴും പേടിക്കേണ്ട മുഴകളല്ല. ലിവർ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് CT മതി, ബയോപ്സി വേണ്ട. ബാക്കിയൊക്കെ നമ്മൾ കുത്തി ബയോപ്സി എടുത്ത് നോക്കിയിട്ടാണ് പല ക്യാൻസറും ഡയഗ്നോസ് ചെയ്യുക. ലിവർ സിറോസിസ് ഉള്ള ഒരാൾക്ക് ലിവർ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ 99% ഒരു CT MRI മതി, ബയോപ്സിയുടെ ആവശ്യമില്ല. ഈ കുറച്ചുകാലം മുന്നേ വരെ ഈ കരള് ദാനം ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് പേടിയുള്ള പരിപാടിയായിരുന്നു ആളുകൾക്ക്. പക്ഷെ ഇപ്പൊ ആളുകൾ വില്ലിങ് ആണ്, മുന്നോട്ട് വരുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്, കാണുന്നുണ്ട്. നമ്മൾ പത്രങ്ങളിലായാലും നമ്മള് വാർത്തകൾ വായിക്കുന്നുണ്ട്. ഇപ്പോ അച്ഛന് കരൾ പകുത്തു കൊടുത്ത് മകൾ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ അറിയാത്ത കുറച്ച് മുന്നേ കണ്ടൊരു വാർത്തയായിരുന്നു, ഒരു ബസ് ഡ്രൈവർ ഒരു അപരിചിതനായ ആൾക്ക്, ഒരു നിസ്സഹായനായിട്ട് ഒരാൾക്ക് കരൾ പകുത്ത് കൊടുത്തു എന്ന് പറയുന്നൊരു വാർത്ത കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആള് എന്ന നിലയ്ക്ക് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റ് മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? മെമ്മറിക്ക് മുന്നേ രണ്ട് ടൈപ്പ് ഉണ്ട് ട്രാൻസ്പ്ലാന്റ്. ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞത് ലിവിങ് ഡോണർ എന്ന് പറഞ്ഞാണ്. അതായത് നമ്മൾ ജീവനുള്ള ഒരാൾക്ക് കരളിൻ്റെ 70% വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുത്ത
ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ഒരു ടൈപ്പ് ലിവിങ് ഡോണർ എന്നാണ്. പിന്നുള്ളതാണ് ഡിസീസ് ഡോണർ. ഡിസീസ് ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂറോപ്യൻ US അവിടെയൊക്കെ കൂടുതലും ഈ ഡിസീസ് ഡോണറാണ്. ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിവർ എടുക്കുക. അപ്പോൾ അത് ഫുൾ ലിവറാണ് നമ്മൾ കൊടുക്കുക. മറ്റേതിനകത്ത് പകുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 70% ആണ് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് സാധനം നോക്കുമ്പോൾ കേരളത്തിൽ പണ്ട് DDLT ഭയങ്കര കോമൺ ആയിരുന്നു, ഡിസീസ് ഡോണറിൻ്റെ. പിന്നെ പല പല ന്യൂസും ഈ ജോസഫ് എന്ന് പറഞ്ഞ സിനിമയും ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ അതിനുശേഷം ശരിക്കും അതിൻ്റെ എമൗണ്ട് കുറഞ്ഞു. ആൾക്കാർ ഡോണർ ആവാൻ പേടിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവർക്ക് നമുക്ക് ജീവനുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ഇതാവുന്നത്. അപ്പോൾ ആ ഒരു ഡൊണേഷൻ ശരിക്കും പറഞ്ഞാൽ DDLT കൂടി വരുന്ന ഒരു നല്ല കാര്യമായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ പല ന്യൂസും ഇത് കാരണം കുറവാണ്. ആൾക്കാർക്ക് ഡൊണേഷൻ എഴുതി കൊടുക്കാൻ തന്നെ പേടിയാണ് ആളുകൾക്ക്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നേരത്തെ ഞാൻ വിചാരിച്ചത് ആളുകൾ കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ തന്നെ സ്വയം വില്ലിങ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾ നേരത്തെ ഈ ഡോണർ ഇത് എഴുതി കൊടുക്കുന്നുണ്ട്, അതായത് ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ഫോംസ് ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുറവാണ് എന്ന് പറഞ്ഞു. കുറവാണ്, കേരളത്തിൽ കുറവാണ്. പണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല റേറ്റിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനത്തെ ഡൊണേഷൻസ്. പിന്നെ ഈ ഇങ്ങനത്തെ ന്യൂസുകൾ വന്നുകൊണ്ട് ഇപ്പോൾ ഡൊണേഷൻ, ഇപ്പം ഞാൻ ഡോണറാണ്, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയാം, ക്യാമറയിൽ പറയാം, A- ആണ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഡോണറാണ്, ഞാൻ മരിച്ച എൻ്റെ ലിവർ കൊടുക്കാൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാൾ ഈ എഴുതി കൊടുത്തവരനെ പുറകെ പോയി അയാളെ കൊന്നിട്ട് അയാളുടെ ലിവർ എടുക്കുക, അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ആൾക്കാർ കുറേയൊക്കെ എഴുതി കൊടുക്കാത്തത്. ആൾക്കാർ കുറച്ചുകൂടെ അതിന് മുന്നോട്ട് വരണമെന്നാണ് പറയുന്നത്. അത് ബ്രെയിൻ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ലിവർ കൊടുക്കാം, അങ്ങനെ എടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിവിങ് ഡോണർ, അങ്ങനെ അൾട്രോസിറ്റി ആയിട്ടും ബസ് ഡ്രൈവർ കൊടുക്കുകയും കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസും വരുന്നുണ്ടല്ലേ? കുറവാണ് അല്ല, അങ്ങനെ ലിമിറ്റ് അത് നമ്മൾ നോക്കിയിട്ട് എടുക്കും. ഡോണറിന് പ്രശ്നം വരാൻ പാടില്ല, അതാണ് ആദ്യം നോക്കുക. ഡോണർ സേഫ് ആയിരിക്കണം. ഡോണറിൻ്റെ 70% എടുക്കുമ്പോൾ അത് സേഫ് ആയിരിക്കണം. കിട്ടുന്ന ആൾക്കും പ്രശ്നം വരാൻ പാടില്ല. നമ്മൾ ഒരു റേഷ്യോ ഉണ്ട്, വെയിറ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കാൻ പറ്റുള്ളൂ. സേഫാണ്, ലിവിങ് ഡോണർ സേഫാണ്. ചെയ്യുന്ന സർജന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലിവിങ് ഡോണർ എന്ന് പറയുമ്പോൾ. അല്ലാണ്ട് നമുക്ക് സേഫാണ്. ലിവിങ് ഡോണർ ഭയങ്കര കോമൺ, ഇന്ത്യയിൽ അത് തന്നെയാണ് കോമൺ. നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും ലിവിങ് ഡോണറാണ് കോമൺ. ചെന്നൈയിലും ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലും ബാംഗ്ലൂരും ഹൈദരാബാദിലൊക്കെ ഡിസീസ് ഡോണർ പ്രോഗ്രാം ഇപ്പോഴും നല്ലപോലെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയി ചെയ്ത ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ചാലഞ്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ പൂനെയിൽ വർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു കുട്ടി വിൽസൺ ഡിസീസ്, നമ്മൾ മുമ്പേ പറഞ്ഞ വിൽസൺ ഡിസീസ് തന്നെയുള്ള കുട്ടി ലിവർ ഫെയിലിയർ ആയിട്ട് വന്നു. നമുക്ക് പെട്ടെന്ന് കുട്ടിക്ക് ലിവർ വേണം. അപ്പോൾ ലിവർ ഡോണർ ഇല്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് മാത്രമേ അവിടെ മഹാരാഷ്ട്രയിൽ ലിവർ കൊടുക്കാൻ പറ്റൂ, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മളെല്ലാവരെയും നോക്കി, കുട്ടിയുടെ അമ്മയെ നോക്കി, അച്ഛനെ നോക്കി, ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് ഫാറ്റ് ആയിരുന്നു, അങ്ങനെ എല്ലാ ഡോണറും മാറി. അപ്പോൾ സാധാരണ ഒരു ഡൊണേഷൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 50 വയസ്സ് വരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിച്ചേ എടുക്കാറുള്ളൂ, കാരണം ഡോണറിന് റിസ്ക് ആണ്. അപ്പോൾ കുട്ടിയുടെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫിസിയോളജിക്കൽ ഏജും ക്രോണോളജിക്കൽ ഏജും രണ്ടാണ്. അപ്പോൾ 60 വയസ്സുള്ള ഒരാൾ ചിലപ്പോൾ പ്രായം കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവം ഇതൊക്കെ കാരണം ചിലപ്പോൾ 60 വയസ്സുള്ള ഒരാൾ ചിലപ്പോൾ 90 വയസ്സുള്ളതായിരിക്കും, അതുപോലെ തിരിച്ചും. അപ്പോൾ ഈ ആൾക്ക് 60 വയസ്സായിരുന്നു, നമ്മൾ 50 വയസ്സ് വരെ എടുക്കാറുള്ളൂ. പക്ഷേ ആളെ കണ്ട 60 വയസ്സൊന്നും പറയില്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു 45-50 വയസ്സേ പറയുള്ളൂ. നല്ല ഫിറ്റായിരുന്നു, പട്ടാളക്കാരനായിരുന്നു, പക്ഷേ ആൽക്കഹോൾ അങ്ങനത്തെ ദുശീലങ്ങളൊന്നും ഇല്ല. അപ്പോൾ പുള്ളി മുന്നോട്ട് വന്നു, ലിവർ കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് വന്നു. എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം, എൻ്റെ കുട്ടിയുടെ ഇതിന് വേണ്ടിയിട്ട് വന്നു. നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്തു. ഇച്ചിരി പ്രായമുള്ള ഡോണർ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ആൻജിയോഗ്രാമോ അങ്ങനത്തെ പല ടെസ്റ്റുകളും ചെയ്യാൻ സമയമില്ല, കുട്ടി സിക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ലിവർ ഇത് മാറ്റി വെച്ചിട്ട് ആൾക്ക് നല്ല റിസൾട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദർ ഒരു പ്രശ്നമില്ല, അവർക്ക് അധികം ലിവറും എടുക്കണ്ട. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വലിയവരുടെ എടുക്കുന്ന പോലെ വലിയ പാട്ടും എടുക്കണ്ട, കുറച്ച് പാട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര വലിയൊരു ഇതായിരുന്നു. ഇത്രയും പ്രായമുള്ള ഡോണറിനെ ഉപയോഗിച്ചിട്ട് ചെയ്തത്. എനിക്കൊന്ന് 63 വയസ്സെന്തോ ആയിരുന്നു ഡോണർ. സ്ട്രെസ് കാരണം മുടി കൊഴിയുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ട്രെസ്സും ലിവറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്ട്രെസ് ലിവർ അങ്ങനെ ഡയറക്റ്റ് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമില്ല. സ്ട്രെസ് കാരണം ബാക്കി ഹാർട്ട് റേറ്റ് കൂടുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാം. ലിവർ സ്ട്രെസ് കൂടുമ്പോൾ വരുന്ന ചില ഹോർമോൺസ് ഉണ്ട്. സ്ട്രെസ് കൂടുമ്പോൾ കൂടുന്ന ഹോർമോൺസ് എല്ലാം ACTH അങ്ങനെ പല ഹോർമോൺസ് ഉണ്ട്. ഇതെല്ലാം ഷുഗറിനെ കൂട്ടും. ഓക്കെ. അപ്പോൾ സ്ട്രെസ് കൂടുന്ന കാരണം ഇങ്ങനെ ഷുഗർ കൂടി, അത് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസും ഫാറ്റ് ലിവറും ഒക്കെ
അങ്ങനെ വരാം. പിന്നെ സ്ട്രെസ് കാരണം ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറും. ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെ പാറ്റേൺ മാറും. അപ്പോൾ ഇൻഡയറക്ട്ലി സ്ട്രെസ് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. അതിൻ്റെ അകത്ത് ലിവർ ഒരു സാധനമാണ്. അപ്പോൾ സ്ട്രെസ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവറൊക്കെ വരാം. അല്ലാതെ ഡയറക്റ്റായിട്ട് സ്ട്രെസ് കൊണ്ട് വരുമെന്ന് വെച്ചാൽ വരില്ല. പക്ഷേ സ്ട്രെസ് കൊണ്ട് എല്ലാത്തിൻ്റെ അകത്തും വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ് ലിവർ. സ്ട്രെസ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോഴും സ്ട്രെസ്സിൻ്റെ ആൻറ്റി ഡിപ്രസൻസ് എടുക്കുമ്പോഴും പലരുടെയും ഈ പാറ്റേൺ ഒക്കെ ഒന്ന് ശരിയായി വരുമ്പോൾ, വെയിറ്റും എക്സസൈസൊക്കെ ചെയ്ത് കുറഞ്ഞ് വരുമ്പോൾ, സ്ട്രെസ് മാറുമ്പോൾ ഇത് ഇമ്പ്രൂവ് ആവാറുണ്ട്. സ്ലീപ്പിംഗ് പാറ്റേൺസ് ഇപ്പോൾ ഉറക്കമില്ലാത്തൊരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതായത് വീഡിയോസ് അടക്കം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി കാണാറുണ്ട്. രാവിലെ ഉറങ്ങുക, രാത്രി ഉറക്കമില്ല. രാവിലെ 6 മണിയാകുമ്പോഴാണ് ഉറങ്ങാൻ കിടക്കുന്നത്, ഉച്ചവരെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത്. പിന്നെ ചില ആളുകൾ ജോലിപരമായിട്ട് അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കണ്ടിന്യൂസ്ലി എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉറക്കമില്ലായ്മയും നമ്മുടെ ലിവറിനെ ബാധിക്കുമോ? ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് എഫക്റ്റ് അല്ല, പക്ഷേ ബാധിക്കും. ഈ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറും. ഫുഡ് ഹാബിറ്റ്സ് ആണല്ലോ നമ്മുടെ ലിവറിൻ്റെ അകത്ത് പറയുമ്പോൾ ആദ്യം പറയാം. അപ്പോൾ ഈ രാത്രിയിൽ ഇരുന്ന് കഴിച്ചിട്ട് രാത്രി ഫുള്ള് കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ രാത്രി 2 മണിയാകുമ്പോൾ വിശന്നിട്ട് ഒരു ബിരിയാണിയോ ഒരു പിസ്സയോ ഓർഡർ ചെയ്ത് കഴിക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഈ ഉറക്കമില്ലായ്മയില്ലാത്ത ലിവറിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാക്കുക. ഭയങ്കരമായിട്ട് ഓവർ ഈറ്റ് ചെയ്യും. കുറേ നേരം കഴിക്കാണ്ടിരുന്നിട്ട് പിന്നെ വെളുപ്പിന് 6 മണിക്ക് കിടക്കുന്നതിന് മുന്നേ വിശപ്പുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഓർഡർ ചെയ്ത് സ്വിഗ്ഗി ഓർഡർ ചെയ്യുക, കഴിക്കുക. അല്ലെങ്കിൽ രാത്രി ഇതേപോലെ ഈ എനർജി ഡ്രിങ്ക് കുടിച്ച് എണീറ്റിരിക്കുക. എനർജി ഡ്രിങ്ക് ഭയങ്കര കാർബോഹൈഡ്രേറ്റ് ആണ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതേപോലെ ഫാറ്റ് ലിവർ ഉണ്ടാക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫാറ്റ് ലിവർ ഇൻഡയറക്ട്ലി ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ ഓർഗനിലും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ടാകും. ലിവറിൻ്റെ അകത്തും ഈ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, അത് നോക്കുന്ന ജീൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡയറ്ററി പാറ്റേൺ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം ഭക്ഷണം കഴിച്ച് പോകുന്ന, റെഗുലറായിട്ട് കഴിച്ച് പോകുന്ന ആളുടെ ലിവറും ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ച് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളുടെ ലിവറും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഫാറ്റ് ലിവർ കൂടുതലാണ്. അപ്പോൾ ഈ 3 നേരം എന്ന് പറയുന്ന ഒരു മിത്താണ്. കാരണം 3 നേരമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആർക്കും കഴിക്കുന്നില്ല. 3ൻ്റെ ഇടയ്ക്ക് നമ്മൾ നടന്ന് വേറെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് യൂറോപ്പിൽ നടത്തിയൊരു സ്റ്റഡി. 3 നേരം കഴിക്കും എന്ന് പറയുന്ന ആൾക്കാരുടെ അവർ ക്വസ്റ്റ്യനർ എടുത്ത് നോക്കുമ്പോൾ അവർ 5 തൊട്ട് 14 തവണ കഴിക്കും. 3 നേരം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഈ ഓരോരോ പ്രാവശ്യം പോയി കഴിക്കുന്നത്, അത് ഓരോരോ ഇവൻ്റാണ്, ഈറ്റിംഗ് ഇവൻ്റാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ച് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ, ജോലിപരമായിട്ടുള്ളതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാം. അവർക്ക് അതേപോലെ ഫുഡ് കൺട്രോൾ ചെയ്ത് നല്ല ഫുഡ് കാലറി റെസ്ട്രിക്ഷനോട് കൂടി സമയത്ത് കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫാറ്റ് ലിവർ നമുക്ക് കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പോൾ ലിവർ സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം അല്ലേ? നമ്മുടെ ലിവർ ഹെൽത്തി ആണോ, ആ ഹെൽത്തി ലിവർ കൊണ്ട് നമ്മൾ ഹാപ്പി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വെച്ച് നിൽക്കരുത്, ഡോക്ടറെ കാണണം. ഒരുപാട് പെയിൻ കില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യരുത്, എല്ലാം നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ചെയ്യാം. ഓക്കെ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.